ആ, അരി ഉപ്പുമുളകും. എന്നാ നിന്റെ മരുന്ന്. നേരത്തിന് കഴിക്കണം കേട്ടോ. ഞങ്ങൾ കാളവണ്ടിക്കാർക്ക് ഒരു കോളൊത്തിട്ടുണ്ട്. കുറെ ദൂരെ, തിരിച്ചു വരാൻ 2-3 ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ... അത് സാരമില്ല, ചേട്ടൻ പോയിട്ടോ. ജോലിക്കല്ലേ? ഞാൻ ചൊവ്വാഴ്ച വരും. ആ ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ. എങ്ങും പോയിക്കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ? ഇത്തമ്മയെ കട്ടില് കയറാൻ എന്നെ കാണാം. ആ, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എന്താ ശിവരാമ? ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിന്ന് പോവുക. ആ ബില്ലൊന്നും തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ... അത് മാനേജരോട് ചോദിച്ചാൽ മതി. ചോദിച്ചു. അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. ഇത് കൊടുത്ത് ക്യാഷ് വാങ്ങിച്ചോളൂ. പറ്റേ സാറേ. റൈറ്റ്. മോളെ, നമുക്ക് കളിക്കാം. അയ്യോ മോളെ, ഡാഡിക്ക് തീരെ സമയമില്ല. നമുക്ക് കളിക്കാം ഡാഡി. മോള് പറഞ്ഞത് കേട്ടില്ലേ? ഡാഡിക്ക് ഒരുപാട് ജോലിയുണ്ട്. മോള് പോയി കുളിച്ച് പാല് കുടിച്ച് പഠിക്കാൻ നോക്ക്. ഡാഡി തന്നെ എന്നെ കുളിപ്പിച്ചാ മതി. ഇവളെ വിളിച്ചോണ്ട് പോ. മീനാക്ഷിയമ്മേ, ഇവളെ ഇങ്ങനെ കൂടുതൽ നിർബന്ധം പഠിപ്പിക്കരുത്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണോ? ഒരമ്മയില്ലാത്തോണ്ടാ മോളിങ്ങനെ. വാ മോളെ. ആൺകുട്ടിയാ, മാമാന്ന് വിളിച്ച് പിന്നാലെ തൂങ്ങാൻ ഒരാളായി. എന്തുവാടാ? നീയായിരുന്നു? പിള്ളച്ചേട്ടാ, ഇച്ചിരി തീ. ആരാണ്? നീ നിന്റെ കൂടെ വീട് വരെ വരാമോ? നിനക്ക് അവിടെ കിടന്നുറങ്ങി നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പോരാ. എന്റെ പൊന്ന് പിള്ളച്ചേട്ടാ, ഞാൻ ആ വഴിക്ക് വരില്ല. അതെന്താ? അവിടെയല്ലേ ഭൂതവും പ്രേതവും വിശ്വാസികളൊക്കെ? ആര് പറഞ്ഞു? പോരാത്തന്ന് വെള്ളിയാഴ്ച പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ടൊക്കെ നടന്നു. ഞാൻ പോവാ. നീ പോവാ? നാരായണ 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 നാരായണ. ശങ്കര മനസ്സിന്റെ തോന്നലേ. ചേട്ടാ, ആ ചേട്ടോ, അവിടെ നിന്ന് നിന്നേ. ചേട്ടോ, ചേട്ടോ. ഓ എന്റെ പൊന്നു ചേട്ടാ, ഏതായാലും ചേട്ടനെ കണ്ട നന്നായി. ഞാൻ പേടിച്ചു വരികയായിരുന്നു.
എന്താ ഏട്ടാ ഒന്നും മിണ്ടാത്ത? ഒരു സംശയം ചോദിച്ചോട്ടെ, പിന്നെ ഇവിടെ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അതിനെപ്പറ്റി വല്ലതും അറിയാമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മരിച്ചിട്ട് വർഷങ്ങളായി. മോനിറങ്ങിയോ? ഞാൻ നാട്ടിലേക്കൊന്ന് പോവുക. എന്റെ വീടും പറമ്പൊക്കെ അവിടെ കിടക്കല്ലേ. അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകും. ആര്യാർ ചോദിച്ചിരുന്നു. ഞാൻ പോയി അതൊക്കെ വിറ്റ് കാശ് മേടിച്ചോണ്ട് വരാം. ഏതായാലും ചേട്ടൻ അവിടെ വരെ പോവല്ലേ. പിണക്കവും വഴക്കൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. വീട്ടിൽ കയറി സുമതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരെ. അല്ല, ഇത് ആരൊക്കെയായി വരണത്? വരണം വരണം വരണം. മാധവി, ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്ക്. മോളും മരുമോനും. നീ വേർക്കുന്നല്ലോടാ. മോളെ, നീ അകത്ത് ചെന്ന് നാരങ്ങ വെള്ളം കൂൾ ഡ്രിങ്ക്സ് ഇട്ട് കൊണ്ടുവാ. ഒരെണ്ണം അച്ഛനും ഉപ്പിട്ടാ മതി കേട്ടോ. അമ്മി, നീ വന്നു മോളെ. ഇതാ. എന്താ മോളെ ഇത്? അമ്മയ്ക്ക് അച്ഛനുള്ള ഉടുപ്പ് കൊണ്ടുപോക്ക. അമ്മി, ഇത്തിരി നാരങ്ങ വെള്ളം വേണം. അമ്മ ഉണ്ടാക്കി തരാം. മോളെ, നിന്റെ അമ്മായിയമ്മയ്ക്കൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ. അതെ അമ്മി, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവരുടെ തഞ്ചത്തിനും തരത്തിനും ഒക്കെ നിന്നോളാം കേട്ടോ. ആരും വെറുപ്പിക്കരുത്. സുമതി, സുമതി. ആരാ സുമതി ഇത്? ഇതോ? ഇതിവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിക്കാരൻ ചെറുക്കനാ. ഇവിടുത്തെ എച്ചിൽ നിന്നാ വളർന്നത്. നീ ഇവിടുന്ന് കെട്ടിപ്പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനിപ്പോ ഇവിടെ വലിഞ്ഞു കയറിയത്? നീ അപ്പുറത്തോട്ട് ചെന്ന് വല്ല കഞ്ഞിയോ വെള്ളമോ വല്ലതും മേടിച്ച് കുടിച്ചിട്ട് പോ. മോനെ, നീ അകത്തേക്ക് പോ. ഈ കാളവണ്ടിക്കാരനെ ഒന്നും കാണണ്ട, ദുശകനാ. വാ. അമ്മേ, ശിവരാമ, ഞാൻ എന്റെ വീടും സ്ഥലമൊക്കെ വിൽക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സാവിത്രി പറഞ്ഞു ഇവിടെ കയറി അമ്മയുടെ സുമതിയുടെ വിശേഷം അറിഞ്ഞു ചെല്ലണമെന്ന്. സുമതിയുടെ വിവാഹം കഴിഞ്ഞു. ഞാൻ അവളെയും ഭർത്താവിനെയും കണ്ടു. അവളെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ. സാവിത്രിക്ക് എങ്ങനെയുണ്ട്? അവള് പ്രസവിച്ചു, ആൺകുട്ടി. എന്റെ മോളുടെ വിധി ഇങ്ങനെയായി. അച്ഛനില്ലാത്ത കുഞ്ഞുമായി അവൾ എത്ര കാലം അവൾക്കൊരു ജീവിതം കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ചെന്നവന്റെ കാല് പിടിച്ചത്. ചേട്ടാ, എന്റെ മോൻ പോയി ചേട്ടാ, എന്റെ മോൻ. നീ അങ്ങോട്ട് ഇറങ്ങി. കുഞ്ഞിന് പനിയും മുട്ടനും തുടങ്ങി. ചെയ്യാവുന്ന മരുന്നും മന്ത്രവും ഒക്കെ ചെയ്തു. ഇന്ന് സന്ധ്യ ആയപ്പോൾ എല്ലാം കഴിഞ്ഞു. നിന്നെയും കാത്തിരിക്കുക. ഇനിയിപ്പോ വേണ്ട, എന്താന്ന് വെച്ചാൽ ചെയ്യാം. ചേട്ടാ, എന്റെ മോനെ കൊണ്ടുപോകരുത് ചേട്ടാ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകരുത്. ചേട്ടാ,